അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മുൻനിർത്തി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യുദ്ധതന്ത്രമാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ആദ്യം മുതൽക്കേ തന്നെ ഇറാനെ ആക്രമിക്കാൻ നെതന്യാഹു കാലങ്ങളായി തന്നെ പദ്ധതികൾ തയ്യാറാക്കി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ നെതന്യാഹു മുന്നോട്ട് വെച്ച യുദ്ധ പദ്ധതി മുൻപുണ്ടായിരുന്ന 3 അമേരിക്കൻ പ്രസിഡന്റുമാർ നിഷ്കർണം തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നതെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മുൻ US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കോറി നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവർ 3 പേരും തള്ളിക്കളഞ്ഞ പദ്ധതിയാണ് ട്രംപിനെ മുൻനിർത്തിക്കൊണ്ട് നെതന്യാഹു ഇവിടെ സാധിച്ചെടുത്തിരിക്കുന്നത് എന്നതാണ്. അതായത് ട്രംപിനോട് ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ട്രംപിനോടൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ കരുവാക്കിക്കൊണ്ട് ഇത് നെതന്യാഹു സാധിച്ചെടുത്തിരിക്കുകയാണ് എന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ പിന്തുടർന്ന അതിനെ തേടി ഇസ്രായേൽ പ്രധാനമന്ത്രി ഇവരെ സമീപിച്ചപ്പോഴും സമാധാനം വിട്ട് മറ്റൊരു കാര്യത്തിൽ പോലും തങ്ങൾ തയ്യാറാകില്ല എന്നതായിരുന്നു ഈ 3 പ്രസിഡന്റുമാരും വ്യക്തമാക്കിയത്. ഈ വെളിപ്പെടുത്തലെല്ലാം അദ്ദേഹം നടത്തിയിരിക്കുന്നത് ദ ലേറ്റ് ഷോ വിത്ത് സ്റ്റീഫൻ എന്ന അതിഥി അതായത് ആ ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് കോറി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ബറാക് ഒബാമയും ജോർജ് ബുഷും ജോ ബൈഡനും തള്ളിയ നിർദ്ദേശമാണ് ഒടുവിൽ ട്രംപ് അംഗീകരിച്ചിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻ US പ്രസിഡന്റുമാർ ഇറാനുമായി തന്നെ യുദ്ധത്തിന് പോകാൻ തയ്യാറായിരുന്നില്ല. സമാധാന ശ്രമം അവസാനിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ പ്രസിഡന്റുമാർ അതായത് ഈ ഒരു ഇത്തരത്തിൽ യുദ്ധ നിർദ്ദേശം തള്ളിക്കളഞ്ഞതും. വിയറ്റ്നാം ഇറാഖ് യുദ്ധങ്ങൾ അത് പാഠമായിരുന്നുവെന്നും ഇവിടെ കോറി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വിയറ്റ്നാം സൈനികൻ എന്ന നിലയിൽ അമേരിക്കൻ പൊതുജനങ്ങളെ വഞ്ചിക്കരുത് എന്നതിനാലാണ് ഇക്കാര്യമൊന്നും അദ്ദേഹം ആദ്യം മുതൽക്കേ തന്നെ വ്യക്തമാക്കാതിരുന്നതെന്നും എന്നാൽ ഇത് ശരിയായ സമയമാണ്, അത് വ്യക്തമാക്കേണ്ട സമയം എത്തിയിരിക്കുന്നതായാണ് ഇദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ അമേരിക്കൻ ജനതയോട് കള്ളം പറഞ്ഞ് അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും യുദ്ധത്തിന് അയക്കാൻ ആവശ്യപ്പെടരുത് എന്നതാണ് വിയറ്റ്നാമിന്റെയും ഇറാഖിന്റെയും പാഠമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ ഇസ്രായേലിനൊപ്പം ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ നെതന്യാഹു എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രേരിപ്പിച്ചതെന്ന് ഒരിക്കൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതായും ഇവിടെ അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. ഫെബ്രുവരി 11 നടന്ന സിറ്റുവേഷൻ റൂമിൽ ഇറാനിൽ ഭരണമാറ്റത്തിനുള്ള സൂചനയുണ്ട് എന്ന് അവിടെ ധരിപ്പിച്ചാണ് യുദ്ധത്തിന് തുടക്കമിടുന്നത്. നെതന്യാഹുവിന്റെ നിർദ്ദേശം ട്രംപ് അംഗീകരിക്കുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാത്ത സാഹചര്യത്തിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസ് നെതന്യാഹുവുമായി ചൂടേറിയ സംഭാഷണം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതേസമയം വിയറ്റ്നാം ഇറാഖ് യുദ്ധങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അമേരിക്കൻ ജനതയോട് കള്ളം പറയരുതെന്നും സൈനിക നടപടികൾക്കായി തന്നെ അവരുടെ മക്കളെ വിട്ടു നൽകാൻ ആവശ്യപ്പെടരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ്. 1 മാസം നീണ്ട സംഘർഷത്തിൽ ഇറാനിൽ 2000-ലധികം പേർ മരിക്കുകയും ആഗോള സമ്പദ് വ്യവസ്ഥയെ ഇത് ബാധിക്കുകയും ചെയ്തു. ഫെബ്രുവരി 11 നെതന്യാഹു വൈറ്റ് ഹൌസ് സന്ദർശിച്ചതോടെയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ തുടക്കം കുറിക്കുന്നത്. ഇറാനെതിരെ ഒരു വലിയ ആക്രമണത്തിന് ട്രംപിനെ അവിടെ സമ്മതിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നെതന്യാഹുവിന്റെ വരവെന്നതാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു പദ്ധതിയും അവിടെ കൊണ്ടുവന്നു. ട്രംപിന്റെ സംഘർഷത്തിലെ പ്രധാന അംഗങ്ങൾ അവിടെ പരിഹാസ്യമെന്ന് വിളിച്ചുകൊണ്ട് ഈ പദ്ധതിയെ അവിടെ നിരസിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇറാന്റെ നേതൃത്വത്തെ ദുർബലപ്പെടുത്താൻ ഒരു സാഹചര്യം നോക്കിയിരുന്ന ട്രംപിന് നെതന്യാഹുവിന്റെ പദ്ധതി നിഷ്കരണം സമ്മതിക്കേണ്ടി വരികയായിരുന്നു. ഒടുവിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്റെ സംഘത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ട്രംപ് ആകട്ടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് വിളിക്കപ്പെട്ട പദ്ധതി അവിടെ അംഗീകരിക്കുകയും യുദ്ധം തുടങ്ങുകയുമാണ് ചെയ്തിരിക്കുന്നതെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കോറി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.